ഹായ് ഫ്രണ്ട്സ്, ജീവന ഹോം ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ചൊരു തിരക്കിൽപ്പെട്ടു പോയി, അതാണ് വീഡിയോ എടുക്കാൻ വൈകിയത്. ഇന്ന് കുറച്ച് നല്ല പ്ലാന്റ്സ് സെയിലിനുണ്ട്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ പ്ലാന്റ് കൊളക്കേഷ്യയുടെ വയലറ്റ് ഫാൻറ്റസിയാണ്. വളരെ ഭംഗിയുള്ള നല്ല വലിപ്പം വെക്കുന്ന ഒരു നല്ല വേരിയേഷനോട് കൂടിയിട്ടുള്ള ഒരു പ്ലാന്റാണ് വയലറ്റ് ഫാൻറ്റസി. ലീവ്സൊക്കെ കാണാൻ നല്ല അടിപൊളിയാണ്. ബേബി പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 350 റുപ്പീസാണ്. നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റാണ്. അടുത്തത് കൊളക്കേഷ്യയുടെ ബ്ലാക്ക് ഡയമണ്ട് ഹെഡാണ്. ഇതിൻ്റെ ബേബി പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് 150 റുപ്പീസാണ്. ഇതേപോലെ നല്ല ഷൈനിങ്ങോട് കൂടിയിട്ടുള്ള ലീവ്സോട് കൂടിയിട്ടുള്ള പ്ലാന്റാണ് ഡയമണ്ട് ഹെഡ്. അടുത്തത് കൊളക്കേഷ്യയുടെ ലൈം ജക്കോ ആണ്. ലൈം ജക്കോ വളരെ ഭംഗിയുള്ള ലീവ്സോട് കൂടിയിട്ടുള്ള ഒരു കൊളക്കേഷ്യ വെറൈറ്റിയാണ്. പെട്ടെന്ന് തന്നെ ബേബി പ്ലാന്റ്സ് ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ്. ബേബി പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് 120 റുപ്പീസാണ്. അടുത്തത് കൊളക്കേഷ്യയുടെ ലൈറ്റ് പില്ലറാണ്. വേരിയേഷൻ കാണാൻ വളരെ മനോഹരമായിട്ടുള്ളൊരു കൊളക്കേഷ്യ ആണ്. ഇത് റെഡ്, യെല്ലോ ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ വരുന്നതാണ്. ബേബി പ്ലാന്റിൻ്റെ സൈസാണ് കാണിക്കുന്നത്. റേറ്റ് വരുന്നത് 180 റുപ്പീസാണ്. ലൈറ്റ് പില്ലറിൻ്റെ ഒരു സിംഗിൾ പീസ് ബേബി പ്ലാന്റ് മാത്രമേ അവൈലബിൾ ഉള്ളൂ. എത്രയും പെട്ടെന്ന് ബുക്ക് ചെയ്യുക. അടുത്തത് ഈ വൈൽഡ് ലീഫുള്ള സ്പൈഡർ പ്ലാന്റിൻ്റെ ജിഫി പ്ലാന്റ്സ് ആണ്. റേറ്റ് വരുന്നത് 40 റുപ്പീസാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ജിഫി പ്ലാന്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത പ്ലാന്റ് വരുന്നത് കലാത്തിയുടെ റെഡ് ട്രയോസ്റ്റാർ കലാത്തിയാണ്. ട്രയോസ്റ്റാർ കലാത്തിയുടെ ഈ സൈസിലുള്ള പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് 80 റുപ്പീസാണ്. അടുത്തത് ക്രിപ്പന്തസിൻ്റെ ഈ പിങ്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലുള്ള പോട്ട് പ്ലാന്റ്സ് ആണ്. റേറ്റ് വരുന്നത് 70 റുപ്പീസാണ്. അടുത്തത് ക്രിപ്പന്തസിൻ്റെ തന്നെ ലൈറ്റ് ബ്രൗൺ ഷെയ്ഡുള്ള ലീവ്സോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ജിഫി പ്ലാന്റ്സ് ആണിത്. റേറ്റ് വരുന്നത് 70 റുപ്പീസ് തന്നെയാണ്. സൈസ് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. അടുത്തത് പൊട്ടറ്റോ വൈനിൻ്റെ ബ്ലാക്ക് പൊട്ടറ്റോ വൈനിൻ്റെ ജിഫി പ്ലാന്റ് ആണ്. നല്ല റൂട്ടഡ് ആയിട്ടുള്ള നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. റേറ്റ് വരുന്നത് 40 റുപ്പീസാണ്. അടുത്തത് ഫിഷ് ബോൺ ക്യാക്ടസിൻ്റെ ജിഫി പ്ലാന്റ്സ് ആണ്. സിംഗിൾ ലീഫ് പ്രൊപ്പഗേറ്റഡ് ആയിട്ടുള്ള ജിഫി പ്ലാന്റ്സ് ആണ് റെഡി ആയിട്ടുള്ളത്. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. റേറ്റ് വരുന്നത് 50 റുപ്പീസാണ്. ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് വളർത്താൻ പറ്റിയ ഒരു അടിപൊളി സക്കുലൻ വെറൈറ്റിയാണ് ഫിഷ് ബോൺ ക്യാക്ടസ്. നല്ല സെറ്റ് ചെയ്ത് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അടുത്തത് മിനിയേച്ചർ ഫിലാഡൻഡ്രോണിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. റേറ്റ് വരുന്നത് 30 റുപ്പീസാണ്. ഈ ഫുൾ പോട്ടിൻ്റെ റേറ്റ് വരുന്നത്. നല്ല ബുഷിയായിട്ട് പെട്ടെന്ന് തന്നെ ലോ മെയിൻ്റനൻസ് ആയിട്ട് വളർന്നു കിട്ടുന്ന ഒരു പ്ലാന്റാണ് ഫിലാഡൻഡ്രോൺ മിനിയേച്ചർ. അടുത്തത് ലോറ പെറ്റലിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്ലവറൊക്കെ വന്നു തുടങ്ങിയ പ്ലാന്റാണ്. റേറ്റ് വരുന്നത് 100 റുപ്പീസാണ്. നല്ല ഡാർക്ക് പിങ്ക് കളറിലുള്ള ഫ്ലവേഴ്സ് നിറയെ പൂത്ത് നിൽക്കുന്നതാണ്. നല്ല ഭംഗിയാണ്. അടുത്തത് ഈ ഒരു കലേഡിയം വെറൈറ്റിയാണ്. വൈറ്റ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലുള്ള കലേഡിയമാണ്. റേറ്റ് വരുന്നത് 80 റുപ്പീസാണ്. നല്ല ഭംഗിയുള്ളൊരു കലേഡിയം പ്ലാന്റാണ്. സെറ്റ് ചെയ്ത് വെച്ചാൽ നല്ല അടിപൊളിയായിരിക്കും. അടുത്തത് ഒരു നമ്മുടെ നാടൻ ബിഗോണിയയിൽ പെടുന്ന ഒരു നല്ല ബഞ്ചായിട്ട് നിൽക്കുന്ന ഒരു ബിഗോണിയാണ്. റേറ്റ് വരുന്നത് 60 റുപ്പീസാണ്. അടുത്തത് ഈ പിങ്ക് കലേഡിയത്തിൻ്റെ പ്ലാന്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല അടിപൊളി പീസസ് ആണുള്ളത്. എത്ര നമ്മൾ സ്റ്റോക്കിങ് ചെയ്താലും സ്റ്റോക്ക് ഔട്ടായി പോകുന്ന വെറൈറ്റിയാണ് ഈ പിങ്ക് കലേഡിയം. നല്ല അടിപൊളി ലീവ്സാണ് ഇതിനുള്ളത്. ലൈറ്റൊക്കെ വരുമ്പോൾ അടിപൊളിയായിരിക്കും. അടുത്തത് ഈ ഒരു കലേഡിയം പീസാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പീസാണ്. റേറ്റ് വരുന്നത് 90 റുപ്പീസാണ്. അടുത്തത് അരൂത എന്ന് പറഞ്ഞ മെഡിസിനൽ പ്ലാന്റാണ്. നമ്മുടെ തല തണുക്കാനും നമ്മുടെ മൈൻഡ് റിഫ്രഷ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു അടിപൊളി മെഡിസിനൽ പ്ലാന്റാണ് അരൂത. എണ്ണ കാച്ചുമ്പോഴോ നമ്മൾ കുളിക്കുന്ന വെള്ളത്തിലൊക്കെ ഇട്ടാൽ നല്ല റിസൾട്ട് കിട്ടും. റേറ്റ് വരുന്നത് 50 റുപ്പീസാണ്. അടുത്തത് ഈ നിയോൺ ഫേണിൻ്റെ ബേബി പ്ലാന്റ്സ് ആണ്. ഇത് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അവൈലബിൾ ഉള്ളത്. റേറ്റ് വരുന്നത് 40 റുപ്പീസാണ്. അടുത്തത് റെഡ് കൊങ്ങിണിപ്പൂവിൻ്റെ ഒരു
ബേബി പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല ബ്രൈറ്റ് റെഡ് കളറാണ് ഫ്ലവേഴ്സിനുള്ളത്. റേറ്റ് വരുന്നത് 30 റുപ്പീസാണ്. അടുത്തത് അലോക്കേഷ്യയുടെ ഗ്രീൻ ഷീൽഡാണ്. നമ്മൾ എത്ര റെഡിയാക്കി വെക്കുമ്പോൾ തന്നെ സോൾഡ് ഔട്ട് ആവുന്ന പീസസാണ് ഗ്രീൻ ഷീൽഡ്. റേറ്റ് വരുന്നത് 40 റുപ്പീസാണ്. അടുത്തത് വേരിഗേറ്റഡ് പനിക്കൂർക്കയുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. അത്യാവശ്യം വലുപ്പമുള്ള നല്ല വേരിയേഷനൊക്കെ ഉള്ള പ്ലാന്റ്സ് ആണ്. റേറ്റ് വരുന്നത് 25 റുപ്പീസാണ്. അടുത്തത് വേരിഗേറ്റഡ് ഇംഗ്ലീഷ് ഐവിയുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല അത്യാവശ്യം സൈസുള്ള പ്ലാന്റ്സ് ആണ്. ഇംഗ്ലീഷ് ഐവീസ് വളരെ മനോഹരമായിട്ട് ഹാങ്ങിങ് ആയിട്ടും അല്ലെങ്കിൽ പോളിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ട് സെറ്റ് ചെയ്ത് വളർത്താൻ പറ്റിയ ഒരു അടിപൊളി പ്ലാന്റ് ആണ്. റേറ്റ് 50 റുപ്പീസാണ്. അടുത്തത് ബാസ്ക്കറ്റ് പ്ലാന്റിൻ്റെ ബേബി പ്ലാന്റ്സ് ആണ് റെഡി ആയിട്ടുള്ളത്. റേറ്റ് വരുന്നത് 30 റുപ്പീസാണ്. നല്ല വേരിയേഷനുള്ള നല്ല സ്ട്രൈപ്സ് ഉള്ള ലീവ്സ് ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഹാങ്ങിങ് ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കാം. അടുത്തത് ഗ്രീൻ ഐവിയുടെ നല്ല പ്ലാന്റ്സ് ആണ് അവൈലബിൾ ഉള്ളത്. നല്ല സൈസൊക്കെ എത്തിയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. റേറ്റ് വരുന്നത് 50 റുപ്പീസാണ്. വേരിഗേറ്റഡ് ഐവി പോലെ തന്നെ സെറ്റ് ചെയ്ത് വെച്ച നല്ല ഭംഗിയോട് കൂടി തന്നെ ഇരിക്കുന്ന പ്ലാന്റ്സ് ആണ് ഗ്രീൻ ഐവീസും. അടുത്തത് സിങ്കോണിയം ആൽബോ ൻ്റെ പ്ലാന്റ്സ് ആണ് റെഡി ആയിട്ടുള്ളത്. വേരിയേഷനൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുള്ള പ്ലാന്റ്സ് ആണ്. നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ളത്. റേറ്റ് വരുന്നത് 60 റുപ്പീസാണ്. അടുത്തത് ഡാർക്ക് പിങ്ക് കളറിലുള്ള ഡബിൾ പെറ്റൽ ഡേസിയാണ്. പ്ലാന്റ് സൈസ് വരുന്നത് ഈ ഒരു അവൈലബിൾ സൈസാണ്. റേറ്റ് വരുന്നത് 40 റുപ്പീസാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. നല്ലോണം വെയിലൊക്കെ കിട്ടുമ്പോൾ നല്ലോണം ഫ്ലവർ ചെയ്യുന്ന ഒരു പ്ലാന്റ് വെറൈറ്റിയാണ്. അടുത്തത് ഈ നിയോൺ യെല്ലോ ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്ന വാക്സ് ഐവിയുടെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. റേറ്റ് വരുന്നത് 60 റുപ്പീസാണ്. പ്ലാന്റ് സൈസ് അനുസരിച്ച് റേറ്റിൽ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസങ്ങളൊക്കെ വരും. വളരെ കുറച്ച് പീസസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ബുക്ക് ചെയ്യുന്നവർ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യാൻ നോക്കുക. അടുത്തത് കലാത്തിയുടെ ജിഫി പ്ലാന്റ്സ് ആണ്. റേറ്റ് വരുന്നത് 80 റുപ്പീസാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള ജിഫി പ്ലാന്റ്സ് ആണ്. അടുത്തത് ഈ മിനിയേച്ചർ കലാത്തിയുടെ ഹെൽത്തി ആയിട്ടുള്ള ജിഫി പ്ലാന്റ്സ് ആണ്. റേറ്റ് വരുന്നത് 60 റുപ്പീസാണ്. നല്ല 4 to 5 ലീവ്സ് ഉള്ള പ്ലാന്റ് ആണ്. അടുത്തത് പീക്കോ കലാത്തിയുടെ 2 to 3 ലീവ്സ് ഉള്ള നല്ല സിംഗിൾ ഷോട്ട് ആയിട്ടുള്ള ജിഫി പ്ലാന്റ്സ് ആണ്. റേറ്റ് വരുന്നത് 80 റുപ്പീസാണ്. പീക്കോ കലാത്തിയ ഒരു അടിപൊളി കലാത്തിയാണ്. സെറ്റ് ചെയ്ത് നല്ല ഭംഗിയായിരിക്കും ബുഷിയായിട്ടിരിക്കുമ്പോൾ. അടുത്തത് റാറ്റിൽ സ്നേക്ക് കലാത്തിയുടെ ജിഫി പ്ലാന്റ്സ് ആണ്. 3 to 4 ലീവ്സ് ഉള്ള ജിഫി പ്ലാന്റ്സ് ആണ്. റേറ്റ് വരുന്നത് 70 റുപ്പീസാണ്. അടുത്ത വാണ്ടറിങ് ജൂ വെറൈറ്റിയിൽ വരുന്ന ഒരു ഗ്രീൻ ആൻഡ് വൈറ്റ് സ്ട്രൈപ്സോട് കൂടിയിട്ടുള്ള ഒരു ജിഫി പ്ലാന്റ് ആണ്. നല്ല ബുഷിയായിട്ട് പെട്ടെന്ന് തന്നെ വളർന്നു കിട്ടുന്ന വളരെ ലോ മെയിൻ്റനൻസ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ജ്യൂസ്. റേറ്റ് വരുന്നത് 30 റുപ്പീസാണ്. അടുത്തത് ഈ ഒരു ബട്ടൺ ഫേണിൻ്റെ വേറൊരു വെറൈറ്റിയാണ്. വളരെ മനോഹരമായിട്ടുള്ള ലീവ്സാണ്. ബേബി ലീവ്സൊക്കെ ലൈറ്റ് പിങ്ക് കളറിലാണ് ഉള്ളത്. മച്ചുർ ആകുമ്പോഴാണ് ഗ്രീനിലേക്ക് വരുന്നത്. റേറ്റ് വരുന്നത് 50 റുപ്പീസാണ്. ബഞ്ചായിട്ട് വരുമ്പോൾ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഫേണാണ്. അടുത്തത് ഈ ആൻഡ് ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ബുഷിയായിട്ട് വളർന്ന് കാണുമ്പോൾ അടിപൊളി ഭംഗിയാണ്. റേറ്റ് വരുന്നത് 50 റുപ്പീസാണ്. ഫുൾ പോട്ടിൻ്റെ റേറ്റാണ്. അടുത്തത് ഈ ഒരു പ്ലാന്റാണ്. റേറ്റ് വരുന്നത് 20 റുപ്പീസാണ്. നല്ല സ്മോൾ ബ്ലൂ കളറിലുള്ള ഫ്ലവേഴ്സോട് കൂടിയിട്ടുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റാണ്. റേറ്റ് 20 റുപ്പീസ്. അടുത്തത് ഈ ഒരു ഫേൺ വെറൈറ്റിയാണ്. ഫുൾ പോട്ടിൻ്റെ റേറ്റ് വരുന്നത് 90 റുപ്പീസാണ്. വളരെ അടിപൊളിയായിട്ടുള്ള ഒരു അധികം കാണാത്ത ഒരു ഫേൺ വെറൈറ്റിയാണ് ഇത്. ബുഷിയായിട്ട് വളരുമ്പോൾ നല്ല രസമുണ്ടായിരിക്കും. റേറ്റ് 90 റുപ്പീസ്. അടുത്തത് ഈ ഒരു ബിഗോണിയാണ്. ഇപ്പോൾ ഇതിൻ്റെ ബേബി പ്ലാന്റിന് സൈസ് കുറവാണെങ്കിലും നല്ല വലിപ്പം വെച്ച് നല്ല പൊക്കത്തിൽ ഉയരത്തിലൊക്കെ വളരുന്ന വലിയൊരു ബിഗോണിയ, വലിയ ലീവ്സോട് കൂടിയിട്ടുള്ള ബിഗോണിയാണ് ഈ ബിഗോണിയ പ്ലാന്റ്. റേറ്റ് 50 റുപ്പീസ്. ഈ ഒരു കെയിൻ ബിഗോണിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള ഈ കെയിൻ ബിഗോണിയൻ്റെ റേറ്റ് വരുന്നത് 40 റുപ്പീസാണ്.
അധികം പ്ലാന്റ്സും നമ്മൾ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന പ്ലാന്റ്സ് ആയതുകൊണ്ട് പീസസ് വളരെ കുറവാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് എൻക്വയറി അയക്കുന്നവർ ബുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. DTDCയും പോസ്റ്റ് ഓഫീസിൻ്റെ സ്പീഡ് പോസ്റ്റ് വഴിയാണ് നമ്മൾ പ്ലാന്റ്സ് സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുക. പ്ലാന്റ്സ് അയച്ചു തരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.